നമ്മുടെ വീട്ടിൽ മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മുടെ മുറ്റത്തിന് കുറച്ച് പൊക്കം കൂട്ടണം കേട്ടോ. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ മുറ്റത്ത് വെള്ളം കെട്ടി കിടക്കുമെന്ന്. അത് കാരണം പഴയ വീടിൻ്റെ വേസ്റ്റും കുറച്ച് ഓടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് മുറ്റം ഒന്ന് പൊക്കണുണ്ട്. എനിക്കാണെങ്കിൽ മുറ്റത്ത് ടൈലിടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാ. പക്ഷേ നമുക്കിവിടെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ടൈല് കൊണ്ടുവരാനുള്ള വഴിയൊന്നുമില്ല. വീട് തന്നെ നമ്മളെങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈലിടുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് വഴിയൊക്കെ കിട്ടിയതിന് ശേഷം ചെയ്യാം കരുതി. അങ്ങനെ നമ്മൾ ഇതേ മുറ്റവും കാര്യമൊക്കെ ഒന്ന് ഗെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണൊക്കെ ആ ഓടിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുമെന്നൊക്കെ ആ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ വേണം ബാക്കി കുറച്ച് മണ്ണും കൂടി ഇടാനായിട്ട്. അവർ പോയതിന് ശേഷം ഞങ്ങൾ വേഗം അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ സുധപ്പനാണെങ്കിൽ ഇന്ന് എനിക്ക് അടുക്കളയിൽ സഹായത്തിനൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിപ്പോൾ സഹായത്തിന് കയറും. വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ കൂടുതലും ആളെ അടുക്കളയിലോട്ട് വിളിക്കാറില്ല. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ജോലിക്ക് പോകാൻ ക്ലാസ്സിൽ പോയി വരുമ്പോൾ രണ്ടുപേരും കൂടെ ഒപ്പം അടുക്കളയിലെല്ലാം ചെയ്യും കേട്ടോ. അങ്ങനത്തെ രാവിലത്തെ കുറച്ച് ദോശ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ദോശയും സാമ്പാറും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കണേണ്. അതെല്ലാം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധു പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി തന്നെ ഉണ്ട് കേട്ടോ. സുധപ്പൻ എപ്പോഴും എന്നോട് ചോദിക്കും ഞാൻ ചെയ്തു തരാമെന്ന് പറയും. പിന്നെ ഞാൻ ഓർക്കും വെക്കേഷനല്ലേ, പാവം ചെറുക്കൻ കളിച്ച് നടന്നോട്ടെ എന്നൊക്കെ കരുതും. അങ്ങനെ ഇന്നിപ്പോൾ നമ്മളൊരു മീൻപീര ചെയ്യാൻ പോകണം. മീൻപീര നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ തേങ്ങാപ്പീരയും കുറച്ച് പച്ചമുളകും ഉള്ളിയും മറ്റേ എന്താണ് നമ്മുടെ വെളുത്തുള്ളി, അയ്യോ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെന്നാണ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ മീൻപീരയൊക്കെ ഒന്ന് സെറ്റാക്കാൻ പോകുന്നുണ്ട്. സുധുവാണ് ചെയ്തു തരാമെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ടടാ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീൻപീര അടുപ്പത്തേക്ക് ആക്കാമെന്ന് കരുതി, ചോറും അങ്ങനെ വെക്കാമെന്ന് കരുതി. സുധപ്പൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് കൂടി നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ മറന്നു കേട്ടോ. ഞാൻ പുളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് പുളി ഇട്ടത്, മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതെന്തായാലും അവിടെ ആവട്ടെ എന്ന് ഓർത്ത്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ കരുതണത് ഇതിങ്ങനത്തെ ഒരു സംഭവം, ഇതിങ്ങനെ ഒരു മാല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ മാലയുടെ പേരെന്താണ് പറയണതെന്ന് ഞാനിപ്പോൾ മറന്നു പോയിട്ടാ. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു മാല മേടിച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. അപ്പം ഞാനൊരു മാല മേടിക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചേച്ചി വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിക്കും വേണം, നമ്മുടെ അനിച്ചേട്ടൻ്റെ വൈഫ് ചേച്ചിക്കും വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ചേച്ചിക്കും കൂടി ആയിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായി. രണ്ടും ഭയങ്കര റേറ്റ് കുറവട്ടാ. ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എട്ടിപ്പോയി. ഇത്രയും റേറ്റ് കുറവിലൊക്കെ കിട്ടുമോ എന്ന് വിചാരിച്ചു. അങ്ങനെ കിട്ടി. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇട്ടൊക്കെ നോക്കണേണ്. ഞാനാണെങ്കിൽ സാധാരണ ഇങ്ങനെ വേറെ മാലകളോ കമ്മലുകളോ ഒക്കെ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. കുറേ എനിക്ക് മടി കൊണ്ടാണ് ഞാനതൊന്നും ഉപയോഗിക്കാത്തത്. ഇപ്പം നമ്മൾ ഇട്ടേക്കണ കമ്മലൂരി വേറെ ഇടാനൊക്കെ കുറച്ച് മടിയുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇടാത്തത്. പക്ഷേ ഇപ്പോഴായ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഇടാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മാലയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.